ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത സൗഹൃദ മത്സരത്തിലെ ബ്രസീലിന്റെ എതിരാളികൾ യൂറോപ്യൻ ടീമായ ക്രൊയേഷ്യയാണ്. വരുന്ന ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 5:30 ഈ മത്സരം നടക്കുക. പല സുപ്രധാന താരങ്ങളുടെയും അഭാവത്തിലാണ് ബ്രസീൽ ഈ മത്സരം കളിക്കുക. കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. ഏതായാലും ക്രൊയേഷ്യയും ബ്രസീലും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ക്രൊയേഷ്യയോട് ഇതുവരെ ബ്രസീൽ നിശ്ചിത സമയത്ത് പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതായത് 5 മത്സരങ്ങളാണ് ബ്രസീലും ക്രൊയേഷ്യയും തമ്മിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 3 മത്സരങ്ങളിൽ ബ്രസീൽ വിജയിച്ചു, 2 മത്സരങ്ങളിൽ സമനില വഴങ്ങേണ്ടി വന്നു. ഒരൊറ്റ തോൽവി പോലും ക്രൊയേഷ്യയോട് ഇതുവരെ വഴങ്ങേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പലർക്കുമുള്ള ഒരു സംശയം, കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീൽ പുറത്തായത് ക്രൊയേഷ്യയോട് പരാജയപ്പെട്ടുകൊണ്ടാണ്. പക്ഷെ അത് പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരുന്നു. അത് തോൽവിയുടെ പരിധിയിൽ വരില്ല, മറിച്ച് അത് സമനിലയുടെ പരിധിയിലാണ് വരിക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ബ്രസീൽ ഇതുവരെ ക്രൊയേഷ്യയോട് പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബ്രസീലിയൻ ആരാധകർക്ക് ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതായത് ഈ മത്സരത്തിലും ബ്രസീൽ ആ ഒരു അപരാജിത കുതിപ്പ് തുടരണം എന്നുള്ളതാണ്. അതായത് ഇതുവരെ ക്രൊയേഷ്യയോട് പരാജയപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ക്രൊയേഷ്യയോട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ നാണക്കേട് അത് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് തന്നെയായിരിക്കും. നമുക്കറിയാം, ആഞ്ചലോട്ടിക്ക് കീഴിൽ ഇതുവരെ 3 തോൽവികൾ ബ്രസീൽ വഴങ്ങിയിട്ടുണ്ട്. ബൊളീവിയ, ജപ്പാൻ, ഫ്രാൻസ് എന്നിവരാണ് ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രസീൽ ഒരിക്കലും പരാജയപ്പെടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് വിനീഷ്യസ് ജൂനിയറും റാഫീഞ്ഞയും ഒന്നും അടുത്ത മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.